പ്രിയപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, MP, DCC പ്രസിഡന്റ്, മറ്റേ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി പത്തനംതിട്ട പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. നമുക്കറിയാം, ലോക്കൽ ബോഡിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. അവസാന ഘട്ടത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പോവുകയാണ്. UDF സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും അതുപോലെ തന്നെ ഒരു വശത്ത് ഗവൺമെന്റിനെ എതിർക്കുകയും ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ വന്നാൽ, UDF വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ആൾട്ടർനേറ്റ് എന്താണ്, ബദൽ എന്താണ് എന്ന് കൃത്യമായി നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മാനിഫെസ്റ്റോയും അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നാണ് UDF കരുതുന്നത്. ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന അജണ്ട ഏതാണ്. അതുപോലെ തന്നെ ഗൗരവതരമായി ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടും. കാരണം അത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ജില്ലയിലെ ഒരു സുപ്രധാനമായ നേതാവാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. മറ്റൊരു CPM നേതാവാണ് ജയിലിലുള്ളത്. അവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാർ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. ഹൈക്കോടതി നിയോഗിച്ച SIT അന്വേഷണം നടത്തുകയും ആ അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ട് കോടതിയുടെ മുൻപേ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തതാണ്. അവർ ജയിലിലാണ്. പക്ഷെ CPM അവർക്കെതിരായിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. CPM സെക്രട്ടറി പറയുന്ന ഒരു നടപടിയും സ്വീകരിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്ന നേതാക്കൾക്കെതിരായി നടപടിയെടുക്കില്ല എന്നുള്ള CPMന്റെ നിലപാട് കണ്ട് കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? നടപടിയെടുക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം, നടപടിയെടുത്താൽ അവർ കൂടുതൽ നേതാക്കന്മാരെ കുറിച്ച് മൊഴി കൊടുക്കുമോ എന്നുള്ള ഭയമാണ്. ഭയന്നാണ് ഈ ഗവൺമെന്റ് ഭരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടിയിൽ നിൽക്കുന്നത് ഭയമാണ്. അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ആളുകളെ ഭയമാണ്. അവർ കൂടുതൽ നേതാക്കന്മാരുടെ പേരുകൾ പറയുമോ എന്നുള്ള ഭയമാണ്. എന്തായാലും കോടതി പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളാണ് കോടതി വിധിയിലൂടെ പുറത്തു വന്നത്. ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ശബരിമലയിലെ സ്വർണം കവർന്നത് എന്നായിരുന്നു CPMന്റെ ഭാഷ്യം. ഞങ്ങൾ പറഞ്ഞത് ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അറിയപ്പെടുന്ന CPM നേതാക്കന്മാർക്ക് ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട്. മാത്രമല്ല, ആദ്യം ഈ കളവ് 2019 നടന്നു. ഇതാരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ 2024 വീണ്ടും ആ കളവ് നടത്താൻ ഉള്ള ശ്രമത്തെയാണ് കോടതി തടഞ്ഞത് എന്നുള്ള വ്യക്തമാണ്. സ്വന്തം ആളുകളെ സംരക്ഷിക്കാൻ ഈ ശബരിമലയിലെ സ്വർണം കവർന്ന ആളുകൾക്ക് പോലും രാഷ്ട്രീയ അഭയം നൽകുന്ന പാർട്ടിയാണ് CPM. അവർക്ക് കൊല പിടിച്ചു കൊടുക്കുകയാണ് CPM യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇത് തന്നെയാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇപ്പോ ഒരു DYSPയെ സസ്പെൻഡ് ചെയ്തു പാലക്കാട് ജില്ലയിൽ. എന്തായിരുന്നു അയാൾക്കെതിരായിട്ടുള്ള ഗൗരവതരമായ ആരോപണം? അയാൾ കൈക്കൂലി വാങ്ങിച്ചുവെന്നും ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അവരെ പിന്നീട് വീട്ടിൽ പോയി അവരെ ഹരാസ് ചെയ്തു എന്നുള്ളതാണ്, പീഡിപ്പിച്ചു എന്നുള്ളതാണ് അയാൾക്കെതിരായിട്ട്. അയാളെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിൽ അത് കൃത്യമായി പറയുന്നുണ്ട് DYSP. പക്ഷേ അയാൾക്കെതിരായിട്ട് ഒരു FIR ഇട്ടിട്ടില്ല. കാരണം അയാൾ CPMന്റെ ഓഫീസേഴ്സ് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അതുകൊണ്ട് അയാളെ പ്രൊട്ടക്ട് ചെയ്യാണ്. ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ സ്ത്രീയുടെ മൊഴിയുണ്ട് ഇയാൾക്കെതിരെ, അവരെ ഉപദ്രവിച്ചു എന്നുള്ളതിന്റെ മൊഴിയുണ്ട്. അത് സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടും വേറെ തെളിവുകളൊന്നുമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരായിട്ട് FIR എടുക്കാതിരിക്കുകയാണ്. വേറെ CI ആത്മഹത്യ ചെയ്ത കേസാണ്. അതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഈ ഇരയായ സ്ത്രീയുടെ മൊഴിയെടുത്തു. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത് എന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിട്ടും അയാൾക്കെതിരായി നടപടി സ്വീകരിക്കുന്നില്ല, FIR എടുക്കുന്നില്ല, സംരക്ഷിക്കുകയാണ് സ്വന്തം ആളുകള്. ഇപ്പോ മുൻ മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സജിൻ ദേവ് MLA KSRTCയിൽ ഡ്രൈവറുമായി സംഘർഷം ഉണ്ടാക്കിയ കാര്യം എല്ലാവരും കണ്ടാണ്, എല്ലാവരും അറിഞ്ഞതാണ്. ഇപ്പോ ചാർജ് ഷീറ്റ് കൊടുത്തപ്പോ അവർ രണ്ടുപേരും പ്രതികളല്ല, അവർ രണ്ടുപേരും കുറ്റക്കാരല്ല. എന്നിട്ട് KSRTC ഡ്രൈവറെ പ്രതിയാക്കിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. വാദി പ്രതിയായ സ്ഥിതിയാണുള്ളത്. സംസ്ഥാനത്തുടനീളം ഇതുപോലെ സ്വന്തക്കാരായ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു
അവർ രണ്ടുപേരും കുറ്റക്കാരല്ല. എന്നിട്ട് KSRTC ഡ്രൈവറെ പ്രതിയാക്കിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. വാദി പ്രതിയായ സ്ഥിതിയാണുള്ളത്. സംസ്ഥാനത്തുടനീളം ഇതുപോലെ സ്വന്തക്കാരായ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവ് ഈ സംസ്ഥാനത്തുണ്ടാവും. പത്തനംതിട്ട ജില്ലയിലടക്കം സംസ്ഥാനത്ത് ഉജ്ജ്വലമായ തിരിച്ചുവരവുണ്ടാവും. ഞങ്ങൾ നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ടീം UDF ആയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നല്ല തോതിൽ ഉള്ള പ്രവർത്തനങ്ങൾ, ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ നിന്നും ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് അതിശക്തമായ സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ UDF വരാൻ തീർച്ചയായിട്ടും നിഷ്പക്ഷരായ ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നു. അത് ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് പ്രതിഫലിക്കും എന്നാണ് UDFന്റെ പ്രതീക്ഷ. അല്ല, അവർക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി സെക്രട്ടറിക്ക് ഭരണവിരുദ്ധ വികാരം ഇല്ല ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് പറയാൻ പറ്റില്ലല്ലോ. തെരഞ്ഞെടുപ്പല്ലേ, അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിശക്തമായ, അത് വളരെ വ്യക്തമാണ്. സംരക്ഷിക്കുകയാണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് UDF അത്തരൊരു നിലപാടിലേക്ക് കടക്കുന്നില്ല. രാഹുലിന്റെ വിഷയത്തിലും ആ നിലപാട് തന്നെ ആയിരിക്കും അല്ലേ? അതൊക്കെ ഇത്ര ശക്തമായ നിലപാട് ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തിട്ടുണ്ട്? വളരെ കൃത്യമല്ലേ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കുറ്റത്തിന് 2 പ്രാവശ്യം ഒരാളെ ശിക്ഷിക്കാൻ പറ്റും. സംഘടനാ നടപടി മാത്രമേ ഉള്ളൂ. അല്ല, അത് എടുത്തിട്ടുണ്ടല്ലോ, കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടല്ലോ. അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയം. ഞങ്ങൾക്ക് ഇനി അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങളുടെ പാർട്ടി അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. CPMൽ റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ആളുണ്ട്, ഒരു നടപടി എടുക്കാത്ത. മനസ്സിലായി? ഞങ്ങൾക്കൊരു പരാതി പോലും കിട്ടാതെ ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃത്യമായ നടപടിയെടുത്തു. ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു പോറൽ പോലും ഏക്കില്ല. കാരണം അത്ര ശക്തമായ നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഒന്നും പിന്തുണച്ചിട്ടില്ല. KPCC പ്രസിഡന്റൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊന്നുമില്ല, അതൊക്കെ അദ്ദേഹം കറക്റ്റ് ചെയ്തല്ലോ. അദ്ദേഹം അത് കറക്റ്റ് ചെയ്തല്ലോ. എല്ലാവരും കറക്റ്റ് ചെയ്തല്ലോ. എല്ലാവർക്കും ഒറ്റ സ്വരമുള്ളൂ. KPCC പ്രസിഡന്റ് പറഞ്ഞതാണ് പാർട്ടിയുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം അത് തന്നെയാണ്, എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെ. ഒരു വ്യത്യസ്ത അഭിപ്രായം. അതിനൊന്നും യാതൊരു പ്രസക്തിയില്ലാത്ത ചോദ്യം. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല. തിരഞ്ഞെടുപ്പ് അടുത്ത കാലത്തെ രാഹുൽ മാങ്കുടത്തിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ തന്നെ 2 ചേരിയായോ? ഒരു ചേരിയില്ല. അതൊക്കെ വെറുതെ, അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം, ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ നിന്നും മാറ്റി വേറെ വിഷയം കൊണ്ടുവരാൻ. ഇത് എത്ര നാൾ മുമ്പ് നടന്ന വിഷയമാണ്. എത്ര നാൾ മുമ്പ് ഞങ്ങൾ നടപടി എടുത്താണ്. വിഷയം കൊണ്ടുവരാൻ. ഇത് എത്ര നാൾ മുമ്പ് നടന്ന വിഷയമാണ്. എത്ര നാൾ മുമ്പ് ഞങ്ങൾ നടപടി എടുത്താണ്. ഇത് വീണ്ടും ഈ വിഷയം കൊണ്ടുവന്ന് ഈ ശബരിമല വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള സർക്കാരിന്റെ ശ്രമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിശക്തമായ സർക്കാർ വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് വേറെ അജണ്ട കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്ന വൃഥാശ്രമമാണ്. അതൊന്നും നടക്കില്ല. അല്ലല്ല, CPMനോട് ആദ്യം നിങ്ങൾ ചോദിക്കുക. അല്ലല്ല, നിങ്ങൾ ഞങ്ങൾ സംഘടനാപരമായിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് നിയമപരമായി എടുക്കേണ്ടത് പോലീസല്ലേ. നിയമപരമായി എടുക്കേണ്ട ഏതെങ്കിലും. അല്ലല്ല, ഞാൻ പറയട്ടെ, അങ്ങ് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ല, അങ്ങ് ഇടപെടല്ലേ. ഞാൻ അങ്ങയുടെ ചോദ്യത്തിനല്ലേ മറുപടി പറയണം. 4ാമത്തെ ചോദ്യമാണ് അങ്ങ് ചോദിച്ചത്. ഒരാൾ തന്നെ 4ാമത്തെ ചോദ്യത്തിന് ഞാൻ വളരെ ക്ഷമയോടുകൂടി മറുപടി പറയല്ലേ. അതായത് സംഘടനാപരമായ നടപടിയല്ലേ പാർട്ടിക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? മറ്റേ നടപടി എടുക്കേണ്ടത് പോലീസാണ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു തടസ്സവും പറഞ്ഞില്ലല്ലോ. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായം. കറക്റ്റാണ്. ഇനി വേറെ ഏതെങ്കിലും ചോദ്യം ചോദിച്ചു. പോലീസ് അറസ്റ്റ് വൈകിപ്പിക്കാണ്.
ഇലക്ഷൻ ആകുമ്പോഴേ കേന്ദ്രത്തിലും അല്ല ഇത് ഞാൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ED കേസ് ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ ഇലക്ഷൻ ആയപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയെ CPM-നും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ തൃശ്ശൂർ നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് ED പിടിമുറുക്കുന്നു കരുവന്നൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ്. അന്ന് ഞാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഈ പിടിമുറുക്കം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ പിടി അയക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ റെക്കോർഡിലുണ്ടാവും, നിങ്ങളുടെയൊക്കെ ചാനലുകളിലെ റെക്കോർഡിലുണ്ടാവും ഞാൻ പറഞ്ഞു. അതുപോലെ ഇപ്പോഴത്തേക്കുള്ള ഒരു പിടി മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഇതര ഗവൺമെന്റുകളുള്ള സ്ഥലത്തും അല്ല BJP ഇതര ഗവൺമെന്റുകളുള്ള സ്ഥലത്ത് എല്ലാവരെയും അവർ വേട്ടയാടുകയാണ്. അവർ ഒഴിവാക്കിയിരിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. BJP ഇതര സംസ്ഥാനങ്ങളെ ഒഴിവാക്കിയിരിക്കും. ഇവിടെ ഒരു കേസ് കൊടുക്കില്ലല്ലോ, ഇവിടെ പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു നോട്ടീസ് പോയല്ല, അതിന്റെ ബാക്കി അവിടെ പോയി. ഒരു നോട്ടീസില്ല, കരുവന്നൂരത്തെ കേസ് അവിടെ പോയി. ഒരു കേസുമില്ലല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരായി കേസുണ്ടായിരുന്നു, മകൾക്കെതിരായിട്ടുള്ള കേസുണ്ടായിരുന്നു, മകനെതിരായിട്ടുള്ള ഇത് വന്നു, ഒന്നുമില്ലല്ലോ. പിന്നെ തുടർച്ച ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇങ്ങനൊരു കേസുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് പേടിപ്പിക്കുക, പേടിച്ചു പോകുന്നുണ്ട് CPM-ഉം നേതൃത്വവും. അല്ലാതെ ഒന്നുമില്ലല്ലോ. ബാക്കിയുള്ളവർക്കെതിരായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ BJP ഇതര ഗവൺമെന്റുകൾക്കെതിരായും നേതാക്കൾക്കെതിരായും നിരന്തരമായി ED കേസാണ് എല്ലായിടത്തും. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അടുത്ത് സുപ്രീം കോടതി വിധി തന്നെ ഉണ്ടായല്ലോ, രാഷ്ട്രീയമായിട്ട് ED ഉപയോഗിക്കുകയാണെന്നുള്ളത്. ഇവിടെ വരുമ്പോ കേസില്ല. ഞങ്ങൾ അതുകൊണ്ടല്ലേ പറഞ്ഞത് ഗൗരവമായി എടുക്കുന്നില്ല ED-യുടെ നോട്ടീസ്. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ്. അതിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഏതില്? മസാല ബോണ്ടിന്റെ കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. 2150 കോടി എടുത്തിട്ട് 5 കൊല്ലം കൊണ്ട് 1045 കോടി, പകുതിയോളം തുക പലിശ കൊടുക്കേണ്ടി വന്നു. മാത്രമല്ല, എടുത്ത തുക 9.72% എടുത്ത തുക 6% പലിശ കിട്ടുന്ന ബാങ്കിൽ കൊണ്ടിട്ട്. ആലോചിച്ച് നോക്കി, 6% പലിശയ്ക്ക് കൊണ്ടിട്ട് അതിലെത്ര കോടി രൂപ നഷ്ടം വരുത്തി? എത്ര കോടി രൂപ നഷ്ടം വരുത്തി? വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1%-നും 1.5%-നും പണം വായ്പ ലഭിക്കും. ആ ലഭിക്കുമ്പോഴാണ് ഈ SNC ലാവലിന് ബന്ധമുള്ള CDPQ-ന്റെ ലോൺ പോയി എടുത്തത്. കൊടിയ അഴിമതിയാണ് അതിന്റെ അകത്ത് നടന്നിരിക്കുന്നത്. എന്നിട്ട് എന്തൊരു വീരവാദമായിരുന്നു. മുഖ്യമന്ത്രി മണിയടിച്ചു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായി മണിയടിച്ച മുഖ്യമന്ത്രി എന്നാണ്. എന്താ കാര്യം? അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ കമ്പനികളുടെയും ഹെഡ് പോയി മണിയടിക്കുക. അവിടെ രാവിലെ 1.5 മണിക്കൂറുണ്ട് മണിയടിക്കാൻ സമയം. അപ്പൊ കിഫ്ബിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രി പോയി മണിയടിച്ചത്. അത് ആഘോഷമായി. എത്ര കോടി രൂപ സ്റ്റേറ്റ് എക്സെക്യൂട്ടീവ് നഷ്ടമുണ്ടായി. അല്ലെന്നേ, ഇതൊന്നും ED ഒരു നടപടിയും കേരളത്തിൽ സ്വീകരിക്കില്ല. കേരളത്തിൽ പിന്നെ തെറ്റായ നടപടി എടുത്തു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 293(2) വയലേറ്റ് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ നടത്തി എടുത്തിരിക്കുന്ന ലോണാണ്. അതിൽ ബന്ധപ്പെട്ട ഏജൻസി കേന്ദ്ര ഏജൻസിയാണ്. ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തി നടപടിയെടുക്കേണ്ട കേസ് അതിന്റെ അകത്തുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷനാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ, ഭരണഘടനാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പൊ സ്റ്റേറ്റ് പോലീസിനോ സ്റ്റേറ്റ് വിജിലൻസിനോ ഒന്നും കേസെടുക്കാൻ പറ്റില്ല. അവർക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല. സെൻട്രൽ ഏജൻസിക്ക് ജൂറിസ്ഡിക്ഷൻ ഉള്ളൂ. അവർക്കേ കേസെടുക്കാൻ പറ്റുള്ളൂ. ഉറപ്പായും നടപടിയെടുക്കേണ്ട അഴിമതി അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊസീജിയർ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ നിലപാടാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ നിയമസഭയിലും പറഞ്ഞല്ലേ. അത് ഞങ്ങളിപ്പോ മാറ്റി പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ഈ പത്തനംതിട്ട ജില്ലയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ഓർത്തഡോക്സ് സഭയുടെ വൈദിക ട്രസ്റ്റി ജില്ലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ ഒരാളെ പോലും ഓർത്തഡോക്സ് സഭാംഗങ്ങളെ പരിഗണിച്ചില്ലെന്നും സഭയെ പൂർണ്ണമായി തഴഞ്ഞു എന്നും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായി പരസ്യമായി തന്നെ. അല്ല, അതൊക്കെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കും. അല്ല, ജില്ലാ പഞ്ചായത്ത് അല്ല, പരിഹരിക്കുന്നേ. നിങ്ങൾക്ക് എന്താ എത്ര ടെൻഷൻ? അല്ല, നിങ്ങൾക്ക് എന്താ എത്ര ടെൻഷൻ? ദേശാഭിമാനിയും കയ്യിൽ ഇത്ര ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താ എത്ര ടെൻഷൻ? ദേശാഭിമാനിയും കയ്യിൽ ഇത്ര ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ പരിഹരിച്ചു. ശബരിമല സ്വർണ്ണമോഷണം പറഞ്ഞല്ലോ.
ഈ തന്ത്രിയിലേക്ക് ഈ അന്വേഷണം വരുന്ന ഒരു ഘട്ടമായപ്പോൾ പെട്ടെന്ന് ഇതിനകത്തൊരു ചെറിയൊരു അവധാനത ഉണ്ടായിട്ടുണ്ട്. അതെന്തായിരിക്കും? ഞാനിപ്പോഴും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംശയിക്കുന്നില്ല. സംഭവം സ്റ്റേറ്റ് പോലീസിന്റെ ഭാഗമാണ്. ഇപ്പൊ വാസുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും വലിയ സമ്മർദ്ദം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. SITയുടെ മീതെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും. പക്ഷെ അവർ ആ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല. കാരണം ഇത് കോടതി ഗവൺമെന്റിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് കോടതി ഗവൺമെന്റിനോട് പറയുകയല്ല ചെയ്തത് ഒരു SIT ഉണ്ടാക്കാൻ. കോടതി തന്നെ നേരിട്ട് ഉദ്യോഗസ്ഥന്മാരെ സെലക്ട് ചെയ്ത് അവർ വെച്ചിരിക്കുകയാണ്. കോടതി വേറെ ആർക്കും അവരോട് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് നേരിട്ട് കോടതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്ന ആളല്ല. കാരണം അന്തർ സംസ്ഥാന റാമിഫിക്കേഷൻ. പക്ഷെ കോടതി തീരുമാനിച്ചതുകൊണ്ട് കോടതി ഞങ്ങൾ ഇപ്പോഴും അവിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് സമ്മർദ്ദം അവരുടെ മീതെയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രധാനമായ ചില അറസ്റ്റുകൾ ഉണ്ടാകേണ്ടതാണ്. തന്ത്രിയെ കുറിച്ച് മാത്രമല്ലല്ലോ അവർ മൊഴി കൊടുത്തിരിക്കുന്നത്. വേറെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് മൊഴി തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത്. തന്ത്രി അതോറിറ്റി അല്ല. പക്ഷെ അവർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ അടുത്തേക്ക് അയച്ചതാരാണ് എന്നതിനെ പറ്റി അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ ആളെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. പക്ഷെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് SITയുടെ മീതെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും മീതെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അതൊന്ന് നീട്ടിവെക്കണം എന്ന് അഭ്യർത്ഥിച്ച് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് കിട്ടിയ അറിവാണ്. ഇല്ലെങ്കിൽ ഒരു വലിയ അറസ്റ്റ് ഈ സമയത്ത് ഉണ്ടായേനെ തെരഞ്ഞെടുപ്പ് രംഗത്ത്. അല്ല അത് വരട്ടെ നിങ്ങൾക്കറിയാലോ. സൂചനയില്ല. അല്ല നിങ്ങൾക്കറിയാലോ, ഞാൻ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലെങ്കിലും അതൊക്കെ തന്നെ നിങ്ങൾ ഞാനും കുറെ ആളുകളെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവരെന്താ ആദ്യം പറഞ്ഞത്? ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദി എന്നല്ല പറഞ്ഞത്. അന്ന് ഞങ്ങളെന്താ പറഞ്ഞത്? ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അല്ലെ? CPMന്റെ അറിയപ്പെടുന്ന നേതാക്കളുണ്ട്. ഇനി ഞങ്ങൾ നമ്പർ 1. നമ്പർ 2, ഇത് 30 ദിവസവും 1 മാസവും 9 ദിവസവും എടുത്തു എവിടെ എത്താൻ? ചെന്നൈ. ഞങ്ങളൊരു സംശയം പ്രകടിപ്പിച്ചു. വ്യാജ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം വൈകിച്ചതെന്ന് സംശയം പ്രകടിപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞല്ലോ ഒറിജിനൽ വിറ്റിട്ടുണ്ട്. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടാണ്, ഫേക്ക് മോൾഡ് ഉണ്ടാക്കിയിട്ടാണ് ചെന്നൈയിൽ കൊടുത്ത് സ്വർണം പൂശി കൊണ്ടുവന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം അങ്ങനെ തന്നെ ഒരു കോടീശ്വരന് വിറ്റു. എന്നിട്ട് വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെന്നൈ കൊണ്ട് പൂശിട്ട് സ്വർണം. എന്നിട്ട് ഇത് ആരും അറിഞ്ഞില്ല. കോടതിയുടെ അടുത്ത കമന്റാണ്, ആരും അറിഞ്ഞില്ല 5 കൊല്ലം. അറിയപ്പോ ഒന്നും കൂടി പൂശാൻ വേണ്ടിയിട്ട് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി. ഈ കള്ളന്മാര് അവര് കട്ടത് ആരും അറിഞ്ഞില്ലെങ്കിൽ സാധാരണ കള്ളന്മാരെന്ത് ചെയ്യും? ഒന്നും കൂടി കക്കും. ആ കളവാണ് ശബരിമലയിൽ 2ാമത് നടത്തിയ ശ്രമം. അതാണ് കോടതി ഇടപെട്ടില്ല. 2008 അവിടെ വന്നു. അതിനുശേഷം കോൺഗ്രസിന്റേതായിട്ടുള്ള ആളുകളുടെ ബോർഡ് ഉണ്ടായിരുന്നു, ബോർഡ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. ആ കാലയളവിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അന്വേഷിക്കും? അല്ല, അന്വേഷിച്ചോട്ടെ. ഒരു അലിഗേഷൻ ഇതുവരെ വന്നില്ലല്ലോ. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഇല്ലേ? അവർ ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രകീർത്തിച്ച് കടകംപള്ളി സുരേന്ദ്രൻ പ്രസംഗിക്കുന്നതും ഇതുപോലത്തെ ഒരു അയ്യപ്പ ഭക്തനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നതും ഞാൻ തെളിവ് തരാലോ. ഈ മോൾഡ് ഉണ്ടാക്കുന്നത് വ്യാജ ഒരു കോടീശ്വരന് വിറ്റു എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ പറയാനുള്ള എന്തെങ്കിലും കോടതി പറയുന്നുണ്ട്. വിൽഫുൾ പർച്ചേസർ എന്ന് കോടതി പറയുന്നുണ്ട്. വലിയ വിലയ്ക്ക് അതൊരു വിൽഫുൾ പർച്ചേസറിന് അത് കൊടുത്തിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോടതി വിധി നിങ്ങൾ ശ്രദ്ധിച്ചില്ല, മാധ്യമപ്രവർത്തകർ പലരും. ഞാനാണത് പുറത്തു കൊണ്ടുവന്നത്. ആ വിധിയുടെ അകത്തുണ്ടായിരുന്ന സംഭവം ഒരു വിൽഫുൾ പർച്ചേസറിന് ഇത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം സംശയം പറഞ്ഞു. കാരണം 1 മാസവും 9 ദിവസവും ചെന്നൈയിലെത്താൻ വേണ്ടല്ല ഈ സാധനം. അപ്പൊ അതിനകത്ത് ഒരു വലിയ കള്ളത്തരം. ഞങ്ങൾക്ക് സൂചന കിട്ടിയെന്ന് വിചാരിച്ചോ ഇതിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കിയിരുന്നു? ഞങ്ങൾ സംശയം പറഞ്ഞു. പിറ്റേ ആഴ്ച കോടതി വിധിയിൽ, ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ അതുണ്ട്. അല്ല, ഞാൻ വെറുതെ ഉണ്ടാക്കി പറഞ്ഞല്ല.
ഞാനത് വിൽഫുൾ പർച്ചേസർ എന്നുള്ളത് ഇത് സാധാരണക്കാരെ വല്ലതും മേടിക്കാൻ പറ്റുമോ? ഈ സ്വർണം പൊതിഞ്ഞതിന്റെ വില അല്ലല്ലോ ഇത്. സ്വർണം പൊതിഞ്ഞതാണ്, പൂശിയതല്ല. സ്വർണം പൊതിഞ്ഞ ഒരു സാധനത്തിന്റെ സ്വർണത്തിന്റെ വില അല്ല ഇതിന്. ഇത് ഇൻവാല്യുബിൾ ആണ്, അമൂല്യമായ വിലയാണ്. കാരണം ഈ കോടീശ്വരനെയും പറ്റിച്ചാണല്ലോ. ഇത് കട്ട മുതലാന്ന് പറഞ്ഞിട്ടില്ല അയാളോടും. അദ്ദേഹത്തോട് പറഞ്ഞാണ് ഇത് വീട്ടിൽ വെച്ചാൽ ഭയങ്കര ഐശ്വര്യമെന്ന്. കേരളത്തിന് പുറത്തുള്ള വലിയ കോടീശ്വരന്മാർക്കൊക്കെ ക്യൂ നിൽക്കുമായിരുന്നു ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മത്സരിച്ച്. അവരെയും പറ്റിച്ചേക്കുവാണ്. കട്ട മുതലാന്ന് പറഞ്ഞാൽ അവരാണ് കാശ് കൊടുത്ത് മേടിച്ചു വയ്ക്കും. അതില്ല, അത്രയും വലിയ കളവാണ് കേരളം. ഞാനതല്ല, കേരളം അമ്പരം നിൽക്കുന്ന കളവാണ്. എന്നിട്ട് ഈ കള്ളന്മാരെ, മോഷ്ടാക്കളെ പാർട്ടി കുട പിടിച്ചു കൊടുക്കുകയാണ്, സംരക്ഷിക്കുകയാണ്. അതാണ് പ്രശ്നം. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ച. പത്മകുമാറിനെതിരെ CPM സംഘടന നടപടി സ്വീകരിക്കാത്തത് പത്മകുമാർ പല ആളുകളുടെയും പേര് പറയാൻ പേടിയുണ്ടാവുന്ന അതെ, അതല്ലേ അത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്കറിയാം, അത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറഞ്ഞു വിട്ട ആളുടെ പേര് തൊട്ട് പറയും. അതറിയാം അവർക്ക്, അതറിയാം. അവര് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ നോക്കി, അവര് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, ഞങ്ങൾ എന്തിനാ പറയണത്? പോലീസ് അന്വേഷണം നടക്കല്ലേ. ഞങ്ങൾ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ പറയണതിന്റെ പുറകെ പോലീസ് പോയെന്ന് പറയണ്ടല്ലോ. നിങ്ങൾ ഫ്രം ദ വെരി ബിഗിനിങ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചില്ലേ ഏത് കോടീശ്വരനാണ് ഇത് വിറ്റതെന്ന് അന്ന് പറയണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എനിക്കെതിരായിട്ട് 2 കോടി രൂപയുടെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചു. അപ്പൊ ഞാനതിന് മറുപടി അയച്ചു. ഇപ്പൊ അദ്ദേഹത്തിന്റെ 2 കോടിയുടെ മാനം 10 ലക്ഷത്തോട്ട് കുറഞ്ഞു. കാരണം കോടതി കേസ് കൊടുത്തപ്പോൾ 10 ലക്ഷത്തിന്റെ ഉള്ളൂ. അപ്പൊ ഞാൻ പഴയ വക്കീലാണല്ലോ, ഞാനത് കോടതിയിൽ പ്രൂവ് ചെയ്തോളാം. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ബന്ധം പ്രൂവ് ചെയ്യാനുള്ള എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. ഞാൻ കോടതി പറഞ്ഞോളാം. കേസല്ലേ വരട്ടാൻ വേണ്ടി വക്കീൽ നോട്ടീസ് അയച്ചു എന്നാണോ പറയുന്നത്? അല്ല, ആരും ഇത് പുറത്തു വരുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ടൊന്ന് നോക്കിയതാണ്, ഒരു വക്കീൽ നോട്ടീസ് അയച്ചു നോക്കിയതാണ്. അല്ല, സ്വപ്ന സുരേഷ് പറഞ്ഞിട്ട് പുള്ളി സ്വപ്ന സുരേഷ് വക്കീൽ നോട്ടീസ് അയച്ചില്ല. സ്വപ്ന സുരേഷ് പുള്ളിക്കെതിരായിട്ട് കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട് വളരെ ഗുരുതരമായ ഒരു അലിഗേഷൻ പറഞ്ഞു. അറിയല്ല, അതയച്ചില്ല, നോട്ടീസ് അയച്ചില്ല. എനിക്കെതിരെ അയച്ചു. അത് രാഷ്ട്രീയമല്ലേ. 2 കോടിയായിരുന്നു ആദ്യം നോട്ടീസിൽ. അത് കുറഞ്ഞു, മാനം കുറഞ്ഞു. അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഇവരുടെ മൊഴി കൂടി വന്നുകൊണ്ടായിരിക്കും അതിന്റെ വില കുറഞ്ഞത്, മാനത്തിന്റെ. നമ്മുടെ ഈ കൊള്ള നടന്നത് 2019 നിലവിലെ സ്പെഷ്യൽ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച് ആദ്യമായിട്ട് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതും ഹൈക്കോടതി ഇടപെട്ട് ഈ നിലയിലേക്ക് എത്തിയത്. കൊള്ള നടന്ന കാലത്ത് സ്പെഷ്യൽ കമ്മീഷൻ എന്തായിരിക്കും അറിയാതെ പോയത്? അല്ല, കൊള്ള നടത്തിയ കാലത്ത് ഉള്ള സ്പെഷ്യൽ കമ്മീഷണർമാര് അത് അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരെല്ലാം ഇതിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളല്ലേ. സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളല്ലേ പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊണ്ട് വെച്ചിരിക്കുന്നു. അതിൽ ചിലര് അല്ല, അതെനിക്കറിയില്ല എന്താണ്. അത് കോടതി പരിശോധിക്കട്ടെ എന്താണെന്ന്. എന്തായാലും അവര് നോക്കട്ടെ. അതൊക്കെ ഇതിന്റെ ഭാഗത്ത് നിന്നല്ലോ, ഉറപ്പല്ലേ? പരിശോധിക്കണമല്ലോ, ഉറപ്പായിട്ട് പരിശോധിക്കണ്ടേ. പിന്നെ നിയമപരമായി, അതായത് ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ ഉണ്ട്, ഹൈക്കോടതി അറിയാതെ ഇത് ചെയ്യരുത്. 2 ദേവസ്വം മാനുവലിൽ പറയുന്നുണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുവരും. 24 കൊണ്ടുപോകാൻ പോയപ്പോ തിരുവാഭരണം കമ്മീഷണർ ഒരു കത്തെഴുതി ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് കോടതി പറഞ്ഞേക്കുന്ന 10 ദിവസം കൊണ്ട് അദ്ദേഹം മലക്കം പറഞ്ഞു വന്നതാണ്. കാരണം അതിന്റെ ഇടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് എന്നിട്ട് പറഞ്ഞ് നമുക്ക് കൊണ്ടുപോകണം പുറത്തേക്ക്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് കൊടുക്കണമെന്ന് പറഞ്ഞു പ്രശാന്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രശാന്തിനെയൊക്കെ ചവിട്ടി പുറത്താക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. വീണ്ടും കക്കാൻ നോക്കിയതാണ്. ഒരു പ്രാവശ്യമുള്ള കളവ് ആരും അറിയാതിരുന്നപ്പോ വീണ്ടും പൂശാൻ 2024 എന്നിട്ട് അതേ പോറ്റിയെ വിളിച്ച് കയ്യിലേക്ക് കൊടുക്കുക. ഇവർക്കൊക്കെ അറിയായിരുന്നു പോറ്റി അന്ന് അടിച്ചു മാറ്റിയത്, ഇവരെല്ലാം കൂടി ചേർന്ന് അടിച്ചു മാറ്റിയത്. അതാ കോടതി പറഞ്ഞത്. ഇവർക്ക് അറിയാമായിരുന്നു, എന്നിട്ടും വീണ്ടും 2024 വീണ്ടും ഇത് കൊടുത്തു എന്നാണ് കോടതിയുടെ ഉത്കണ്ഠ. ഈ യദുവിന്റെ കേസ് പറഞ്ഞല്ലോ, അയാൾ കോടതിയിൽ പോയിട്ട് വ്യക്തിപരമായിട്ട് ഹർജി കൊണ്ടുവന്ന ഒരു കേസാണ്. അതാണിപ്പോ അട്ടിമറിച്ച് അന്വേഷിച്ചു. അതേസമയം അയാൾക്കെതിരെയുള്ള കേസ് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഒരു സാധാരണക്കാരനെ വാദി പ്രതിയാവുന്ന സ്ഥിതിയാണ്. ഇതിന്റെ വിഷ്വൽസ് എല്ലാമാണ്. പിന്നെ KSRTCയുടെ അകത്ത് കയറി MLA ബഹളം ഉണ്ടാക്കിയതാണ്. അതിന്റെ അകത്ത് അതെല്ലാം എടുത്ത് കളഞ്ഞു, മാറ്റി. മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. മെമ്മറി കാർഡ് വരെ എടുത്ത് കളഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ എന്തും നടക്കും. സ്വന്തം ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്യും. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങാനായിരുന്നു ഈ SIT ഉണ്ടാക്കിയെങ്കിൽ ശബരിമലയിൽ ഇവരാരെങ്കിലും അകത്ത് പോയിരുന്നു. വേറെ വല്ല വഴിയിലേക്കണ വല്ലവരും അകത്ത് പോയത്. ഇത് കേസ് കൊടുക്കാൻ പോയവരെ വല്ലവരും പോയത്. അതാണ് സ്ഥിതി. ഇത് ശബരിമല വിഷയം ഗൗരവമാണ്. അത്
ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയിലുണ്ട്. ഇപ്പോഴത്തെ ശബരിമല ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൽ തൃപ്തികരമാണ്. അല്ല, അവരിപ്പോ വന്നിട്ട് ഒരാഴ്ചയല്ലേ ഉള്ളൂ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഭയാനകമായ സ്ഥിതിയാണ് ശബരിമലയിലെന്നും. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താ, ഭയാനകമായ സ്ഥിതിയാണ്. അതായത് ഒരു തയ്യാറെടുപ്പും ശബരിമലയിൽ നടത്തിയില്ല. 6 മാസം മുമ്പ് തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ് ശബരിമലയിലെ. നിങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ ടോയ്ലറ്റിൽ വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. 10,000-കണക്കിന് ആളുകൾ വന്ന് കയറുന്ന ഒരു സ്ഥലത്ത് ടോയ്ലറ്റിൽ വെള്ളം പോലും വെക്കാത്ത സർക്കാരല്ലേ. ദേവസ്വം ബോർഡ് മാത്രമല്ലല്ലോ, തയ്യാറെടുപ്പിൽ സർക്കാർ കൂടിയുണ്ട്. ഉമ്മൻചാണ്ടിയൊക്കെ ഓർമ്മയുണ്ട്, പമ്പയിൽ വന്നിട്ടാണ് യോഗം ചേർന്നിരുന്നത്. ഇതിനു മുമ്പ് സന്നിധാനത്തിൽ കയറിയിട്ടുണ്ട്, യോഗം ചേർന്നിട്ടുണ്ട്. അവിടെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി, മന്ത്രിമാർ വന്ന് ഇതെല്ലാം സെറ്റ് ചെയ്യും. പമ്പ മലിനമായിരുന്നു, ഇറങ്ങാൻ പറ്റില്ലായിരുന്നു പമ്പയിൽ തുടങ്ങിയ സമയത്ത്. കുടിവെള്ളം ഇല്ല, ടോയ്ലറ്റിൽ വെള്ളമില്ല. എത്രയോ ദൂരെ നിന്ന് വരുന്ന ആളുകളെ ടോയ്ലറ്റിൽ വെള്ളമില്ല എന്ന് പറഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. എന്നിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ ഒരു വാക്ക് ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല. ടെറിബിൾ, ഭയാനകമായിരുന്നു ശബരിമലയിലെ സ്ഥിതി. ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാകായിരുന്നത് അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ കരുതുന്നത്. അതായിരുന്നു സിറ്റുവേഷൻ. ഒരു നിയന്ത്രണവും ഇല്ലാത്ത, അതായിരുന്നു ഒരു തയ്യാറെടുപ്പും നടത്താതെ. നിങ്ങൾ സ്ഥിരം ശബരിമല റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരല്ലേ, ഒരു കാലത്തും കാണിക്കാത്ത അനാസ്ഥയാണ് ഈ പ്രാവശ്യം ഉണ്ടായത്. ഈ പ്രാവശ്യം മുന്നൊരുക്കം സംബന്ധിച്ച് സർക്കാർ നടപടിക്ക് പെരുമാറ്റച്ചട്ടം തടസ്സമായിരുന്നു. ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷമാണല്ലോ മന്ത്രിക്ക് അവിടെ പോകാനായിട്ട് ഒരാഴ്ച നിക്ക് വൃശ്ചികം 1-ാം തീയതിക്ക് മുമ്പ്, വൃശ്ചികം 1-ന് 8 ദിവസം മുമ്പാണ് കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വരുന്നത്. 8 ദിവസം മുമ്പ്. ശബരിമലയിലെ തയ്യാറെടുപ്പ് തുടങ്ങുന്നത് ഈ വൃശ്ചികം 1-ന് 8 ദിവസം മുമ്പാണ്. ഏറ്റവും വലിയ മടയത്തരമാണ് ആ മന്ത്രി പറഞ്ഞത്. മടയത്തരം, ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ട് 8 ദിവസം മുമ്പാണ് കോഡ് ഓഫ് കോണ്ടക്ട് വന്നത്. വൃശ്ചികം 1-ാം തീയതിക്ക് മുമ്പ് ആണോ? 8 ദിവസം മുമ്പാണ് ശബരിമലയിൽ തയ്യാറെടുപ്പ് തുടങ്ങുന്നത്. 6 മാസം മുമ്പ് തുടങ്ങേണ്ട തയ്യാറെടുപ്പാണ്. 6 മാസം. എന്നിട്ട് തലയാഴ്ച അവിടെ പോകാൻ പറ്റിയില്ലെന്ന് മന്ത്രിക്ക് നാളെ പറയാൻ വേണ്ടിയിട്ട് 8 ദിവസം മുമ്പ് കോഡ് ഓഫ് കോണ്ടക്ട് വന്നത് വൃശ്ചികം 1-ാം തീയതി അല്ലേ? ഇതാണ് ശരി. ആഗോള അയ്യപ്പ സംഘമൊക്കെ തട്ടിപ്പായിരുന്നു, കപട ഭക്തിയായിരുന്നു. അതൊക്കെ പൊളിഞ്ഞ് പാളിസായല്ലോ ഇപ്പൊ എല്ലാം. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയില്ല, അതിനു മുമ്പ് കോടതിയുടെ ഇത് വന്നില്ലേ. ഇന്നലെ ഒരു വലിയ വിഷയം വന്നു, മുഖ്യമന്ത്രി പുതിയ കാറ് മേടിക്കുന്നു. അത് ഞാൻ ഖജനാവിന്റെ സ്ഥിതി അറിയണ്ടേ. മുഖ്യമന്ത്രി കാറ് മേടിച്ചുകൊണ്ടൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ചില മെസ്സേജ് പോകും. അത് കൊടുക്കുന്നൊരു മെസ്സേജ് എന്താ, അവിടെ 10 ലക്ഷത്തിൽ കൂടുതൽ ചെക്ക് മാറാൻ പറ്റാത്ത ഈ കേരളം കണ്ട, ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളൊരു സമയം. ആശുപത്രിയിലും മരുന്നില്ല, പട്ടികജാതി കുട്ടികൾക്കെല്ലാം ഗ്രാന്റ് കൊടുക്കുന്നില്ല, പഠിത്തം നിർത്തി പോരുക, സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല, പഞ്ഞിയില്ല പല ആശുപത്രിയിലും. ഏത് മെഡിക്കൽ കോളേജിലും പഞ്ഞി, സർജറിക്ക് പോകുന്നവരോട് പഞ്ഞിയും കൂടി മേടിക്കാൻ പറയാ പല ആശുപത്രി. പരിതാപകരമായ അവസ്ഥയാണ് കേരളത്തിന്റെ. 10 മാസമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം. 2200 കോടി സപ്ലൈകോയ്ക്ക് കൊടുക്കാനുണ്ട്. ഭയങ്കര സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട് ഉഴലുകയാണ് സർക്കാർ. ആ സമയത്ത് ഇത്തരം ഒരു മെസ്സേജ് കൊടുക്കാൻ പാടില്ലായിരുന്നു, അത്രയേ ഉള്ളൂ. അതായത് മുഖ്യമന്ത്രിക്ക് കാറ് മേടിക്കുന്നതിന് ഞാൻ എതിർക്കേണ്ട കാര്യം, ഞാനൊന്നും എതിരെന്നുള്ള ആളല്ല. ഒരു റോങ് മെസ്സേജാണ്. നമ്മൾ മുകളിലിരിക്കുന്ന ആളുകളാണ് ഒരു നല്ല മെസ്സേജ് കൊടുക്കേണ്ടത്. അപ്പുറത്ത് നിങ്ങൾ മുണ്ട് മുറുക്കിയെടുക്കണം എന്ന് ധനകാര്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് 48 മണിക്കൂറായില്ല. മനസ്സിലായില്ലേ? നമ്മൾ മുണ്ട് മുറുക്കി കൊടുത്താൽ മതിയാ. ഈ തവണ തെരഞ്ഞെടുപ്പില് ഈ റിബൽ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ കാര്യങ്ങളെ പോലെയല്ല ശക്തമായ നടപടി ഉണ്ടാവും, പുറത്താക്കുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ പത്തനംതിട്ട ജില്ല സംബന്ധിച്ച് റിബൽ കൂടുതലുള്ള ഒരു ജില്ലയാണ്. ഇവിടെ DCC വൈസ് പ്രസിഡന്റ്, ഇവിടെ പ്രതിപക്ഷ നേതാവായിരുന്ന ജാസിൻകുട്ടിയുടെ വാർഡിൽ പോലും 4 റിബലുകളാണ്. അതെല്ലാം ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ. അപ്പൊ ഈ പ്രാവശ്യം അത് എങ്ങനെയാണ് നടപടി ഉണ്ടാവും? ഈ പ്രാവശ്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത, സാധാരണ UDF-നും കോൺഗ്രസിനും ഒക്കെ ഇഷ്ടംപോലെ റിബൽ ഉണ്ടാക്കാണ്. അപ്പൊ നല്ല പറയണേ, അങ്ങയുടെ 9ാമത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല, അതിനിടയില് ഞാൻ എത്ര സ്നേഹമായിട്ട് ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങയുടെ 9ാമത്തെ ചോദ്യത്തിന് വിനീത വിധേയനായി ഞാൻ മറുപടി പറഞ്ഞോണ്ടിരിക്കുക. അപ്പോ ഇങ്ങനെ ആരെങ്കിലും ഇരുന്ന് വരും. അപ്പോ ഈ റിബൽ സാധാരണയുള്ള 10-1 റിബൽ ഇല്ല.
അല്ല ഒന്ന്. രണ്ട്, ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്താ? സംസ്ഥാനം മുഴുവൻ CPM റിബലാണ്. ഇതൊരു വലിയ കേഡർ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അച്ചടക്ക പാർട്ടി, ഞങ്ങൾക്ക് പോലും ബഹുമാനം ഉണ്ടായിരുന്നു. ഒരു റിബൽ പോലും ഇപ്പൊ എന്തോരം റിബലാണ് ആ തിരുവനന്തപുരത്തൊക്കെ. നിങ്ങളൊരു മാധ്യമ പ്രവർത്തന ദേശാമല്ല സുഹൃത്ത്, ആ ശ്രീകണ്ഠൻ വരെ റിബലാണ്. ശ്രീകണ്ഠൻ വരെ റിബലാണെന്ന്. എന്തോരം റിബലാണ് CPM. ബ്രാഞ്ച് സെക്രട്ടറി നോമിനേഷൻ കൊടുക്കുമ്പോ ഏരിയ സെക്രട്ടറി വരട്ടോ നിന്നെ തട്ടിക്കളയൊന്നു, കൊന്നുകളയുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി റിബലായിട്ട് നോമിനേഷൻ കൊടുത്തപ്പോ നീ കൊടുത്ത നിന്നെ കൊന്നുകളയും എന്ന് ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുക. അതൊന്നും ഇല്ല ഇതിന്റെ അകത്ത്. ഞാൻ സംസാരിച്ച കേട്ടില്ലേ, ഒരു ചാനലിൽ എനിക്ക് എതിരായിട്ട് കൊടുത്താണ് ഞാൻ സ്വാധീനിച്ചെന്നും പറഞ്ഞിട്ട്. ഞാനൊക്കെ സംസാരിക്കുന്നില്ല, പാവെന്ന് മനസ്സിലായില്ല നമ്മളൊക്കെ.